السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي الحبيب الأول القدر العظيم الجاه وعلى آله وصحبه وسلم تسليما قدر الله في كل وقت وحين. أما بعد، رضي الله عن الرفاع رضي الله عن المعشوق على سيدنا مولانا محمد صلى الله عليه وسلم سلطان العارفين ملاذ المسلمين عاشق الرسول صلى الله عليه وسلم ഷെയ്ഖ് അഹമ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു വലിയ മഹാൻ്റെ തരീഖത്ത് ഉണ്ട്. ഖാദിരിയ തരീഖത്ത്, ഷെയ്ഖ് ജീലാൻ്റെ തരീഖത്ത്, മഹാൻ്റെ തരീഖത്ത് റിഫായി തരീഖത്ത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പണ്ട് അതൊക്കെ ഫൗണ്ടേഷൻ ഇട്ടാർ അല്ലാഹുവിൻ്റെ റസൂൽ അലി റളിയല്ലാഹു അൻഹു ഈ പിന്നെ ശരീഅത്ത് ഇൽമല്ലാണ്ട് ത്വരീഖത്ത് ഇൽമും പഠിപ്പാടിച്ച ആർക്ക് മഹാൻ അലി. അങ്ങനെ അലിയോട് മുഖാന്തര ഈ ത്വരീഖത്തുകളെല്ലാം ത്വരീഖത്തുണ്ടാവണം. അത് അലിയുടെ മുഖാന്തരം ഹുസൈൻ റളിയല്ലാഹു മുഖാന്തരം സൈനുൽ ആബിദീൻ എല്ലാവരും അവിടുത്തെ മക്ക, പിന്നെ അവിടുത്തെ മക്ക ജാഫർ ബിൻ സാദിഖ് റളിയല്ലാഹു അൻഹു, ഇമാം മൂസൽ ഖാദിമി, ഇമാം അലി ഇബ്നു മൂസ റിള, ഇങ്ങനെ വന്നിട്ട് എല്ലാവരും എന്നിട്ട് റിഫായി തരീഖത്ത് ഷെയ്ഖ് മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് സിർരി സഖതി, ഷെയ്ഖ് അബുൽ ഖാസിം റളിയല്ലാഹു അൻഹു, ജുനൈദ് അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് അബുൽ ഫളൽ റളിയല്ലാഹു അൻഹു, അബുൽ ഫറഹ് മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് തർത്തൂസി, ഷെയ്ഖ് അബൂ സയ്യിദ് അൽ മുബാറക് അൽ മുഖറം, ഇങ്ങനെ ഒരുപാട് മഹാന്മാരെ കൊണ്ട് ത്വരീഖത്ത് ഖാദിരിയ ത്വരീഖത്ത് ഇങ്ങനെ വന്നിട്ട് ഇപ്പം ആ ത്വരീഖത്ത് ഉണ്ട്. റിഫായ് ഷേഖ് തങ്ങൾ പിന്നെ റിഫായ് ഷേഖ് പിന്നെ എത്രമാ വർഷത്തിൽ പിന്നെ എത്രമാ വർഷത്തിൽ മഹാനായത് ആര്? മഹാന അബുൽ ഹസൻ ഷാഹുലി തങ്ങൾ ഹസൻ ഷാഹുലിയുള്ള ദഹ്ലവി, ദില്ലിയിൽ നിന്ന് മഹാൻ ദഹ്ലവി പേര് ചെല്ലല്ലേ, ഇന്ത്യത്തെ മഹാൻ ഹസരത്ത് ഷാഹുലിയുള്ളാഹി ദഹ്ലവി. ആ മഹാൻ റിഫായ് തരീഖത്തിൽ ഇന്ന മഹാൻ വലിയ ആലിം ഒരുപാട് കിതാബല്ല വലിയ മഹാൻ. ആ മഹാൻ പറഞ്ഞാലിങ്ങനെ കിതാബിൽ ജഡിക്കുമ്പോഴത്തേക്കും ആ മഹാൻ്റെ ചെല്ലോ റിഫാഷ് തങ്ങളോ ത്വരീഖത്തോ പവർ ചെല്ലോ ജഡിക്കുമ്പോഴത്തേക്ക് അയലെതിരിൽ ഒരു പാമ്പ് പറ വന്നിട്ടുണ്ട്. എവിടെ വന്നിട്ടുണ്ട്? അയല മുട്ടമേ വന്നിട്ടുണ്ട്. അയലെന്താക്കിയിട്ട് അയൽ കരിന്നോ പേന പേനെന്തത് ബെദുർ അതിലെന്താക്കിയത് ഒരു കുത്തൽ കുത്തിത്ത് അത് പേനെന്നു എവിടെ കുത്തിത്ത് ಅದಕ್ಕೆ ಅದರ തലയ്ക്ക് അത് അപ്പം ഇത് ചത്തു പോയിട്ട് അങ്ങനെ ഒരു കോലിലെടുത്ത് പോയിട്ട് ഒരു പക്ക വലിച്ചെറിഞ്ഞിട്ട് ആറ് അയൽ അങ്ങനെ രണ്ട് ജാവുകൂ അയൽ അവിടെ നിൽക്കുമ്പോഴത്തോ അയൽ ബാത്തിലിക്കുമ്പോഴത്തേക്കും ഒരു കൂട്ട മനുഷ്യൻ ഒരു കൂട്ട ആൾമാർ വന്നാറ് അയല മുട്ട 6 മണിലെല്ലാം അപ്പറിച്ചിട്ടാറ്. അപ്പം അങ്ങനെ മനുഷ്യന്മാർ പോലെ ഇല്ല. അങ്ങനെ ചെന്നാറ് നിങ്ങളെ കോർട്ട് അറസ്റ്റാക്കോ ചെന്നത്, അതുകൊണ്ട് നിങ്ങൾ കുറ്റം പോകണ്ടോ എന്ന് ചെന്നാറ്. അപ്പം അറസ്റ്റാക്കിയാറ് അയാളെ അപരാധിയായിട്ട് അങ്ങ് കുറ്റം പോയാറ്. അങ്ങക്ക് കുറ്റം പോയിട്ടുള്ളാറ്. അങ്ങനെ പോയി ഞങ്ങളൊരു ലോകത്ത് പോയായിരുന്നു. അയാളുടെ ബുദ്ധിയില്ലാത്ത അപരിചിത ലോക സുബ്ഹാനല്ലോ. അങ്ങനെ ഇവിടെ കുന്തില്ല കുമ്പയി ഇങ്ങോട്ട് ഭാരി ചിമ്മിടെ ഒരു ലോകത്ത് എത്തി നോക്കുമ്പോൾ അവിടെ ഒറ്റ മനുഷ്യന്മാരില്ല, എല്ലാം വേറെ രൂപ സുബ്ഹാനല്ലോ. നോക്കുമ്പോൾ ജഡ്ജെല്ലാം തെച്ചിര് നോക്കുമ്പോൾ കോർട്ടു വലിയ കോർട്ടു എല്ലാവരും രൂപമെല്ലാം വിചിത്ര രൂപ. നോക്കുമ്പോൾ കയ്യിലും കുന്തിയിട്ട് ഇത് ജിന്നുകള റായ, ഇതെല്ലാം ജിന്നുകൾ വിടുള്ളൂ. ഇത് ജിന്നുകളോ കോർട്ടിലു ജഡ്ജ് തെച്ചിര്, അതും ജിന്നെ ആര് കൊന്തൈತಿ മഹാന ഷാഹ് വലിയ ദഹ്ലവി കൊന്തൈತಿ. അപ്പോൾ കോർട്ട് ജഡ്ജി ചെന്ന് നിങ്ങളെ വിചാരണ കൂട്ടി വന്നിട്ട് നിങ്ങൾ എൻക്വയറി കൂട്ടി വന്നിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ നിങ്ങൾ കൊന്നൊരാറ് ಅದಕ್ಕಾಗಿ ಎಂಕ್ವೈರಿ ಕೂಟ ಬಂದರು. ಅಪ್ಪ ಅಲ್ಲಿ ಚೆಂದು ನಾನು ಆരും കൊന്നിട്ടും ഇല്ല, ഞാൻ കൊല്ലണവും അല്ല, ನಾನು ആരെ കൊല്ലണു അല്ലേ അല്ല, ഞങ്ങൾ എന്തി കൊല്ലണ്ട, ഞങ്ങൾ ആരെ കൊല്ലേണ്ട വിഷയമേ ഇല്ല. അപ്പോൾ ജഡ്ജി ചെന്ന് നിങ്ങൾ ഒരു പാമ്പിടെ കൊന്നൊരാറ് അത് ജിന്നായിട്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് കോർട്ടുണ്ടാക്കി നിങ്ങളുടെ പേരിൽ കൊല ആരോപ്പാക്കിയത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾ കൊല ആരോപ്പാക്കിയ കൊലക്ക് നിങ്ങളുടെ ശിക്ഷ വിധിക്കപ്പെട്ടത് എന്ന് ചെന്നപ്പോൾ അതിൽ കൊന്തിയിട്ട് അയാൾ പാമ്പെടുക്കൊന്നും നോക്കല്ലേ.
അത് ജിന്നുണ്ടായാലും കൊന്തില്ല ಅಂತല്ലേ അങ്ങനെ കൊന്നുപോയല്ലേ അതിൽ ചെന്ന് അത് പാമ്പുടെ രൂപത്തിൽ നിന്ത് നക്ക് ജിന്നുണ്ടത് കൊന്തേ ഇല്ല അതുകൊണ്ട് ನಾನು അത് കൊന്നുപോയോ ഇത് നണ്ടിട്ട് നന്നെ കൊണ്ട് ഗൊಂದಿല്ലാണ്ടായ ಸ್ವರ ജിന്നുണ്ട് കൊന്തിದ್ರೆ ನಾನು കൊല്ലಲ್ಲ ಅಂದು ഗൊന്തില്ല നിങ്ങൾ കൊലാക്കിರೋ കൊല്ലേ നിങ്ങൾ ശിക്ഷ ഉണ്ടേ ഉണ്ട് എന്ന് ജഡ്ജാണ്ടാക്കിയത് അപ്പോൾ ನಾವು ಕೂಡ പിന്നെ കൊലക്ക് കാരണം എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് അല്ല നിങ്ങൾ കൊന്നറാറല്ലേ എന്ന് ഇമ്പോർട്ടൻ്റ് അപ്പോൾ എന്താക്കിയത് അതിൽ മഹാനായ അതിൽ ത്വരീഖത്ത് ഷെയ്ഖ് റിഫായ് ത്വരീഖത്ത് അതിൽ അപ്പം കൽബിൽ വെച്ചിട്ട് യാ സുൽത്താനുൽ ആരിഫീൻ ഞങ്ങളെ സഹായ കുറഞ്ഞിങ്ങ എന്ന് കൽബിൽ അതിൽ നിറച്ചിട്ട് ആര് മഹാനായ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി അതിൽ നിറച്ചവർത്തി എന്തായിട്ട് സുബ്ഹാനല്ലാഹ് അയാൾക്ക് ఎందరమా చెల్లవు విశ్వాసంగా కోలపెడుతుంది కల్బులు ഇത് നിങ്ങളോ ജഡ്ജ് തീരുമാനം കോർട്ട് ആയിട്ട് കൊമ്മൈ ഞങ്ങൾ ആരെ കൊന്നിട്ടോ ഇല്ല പിന്നെ നിങ്ങൾ ആരെ കൊന്നിട്ട് കൊലാക്കും പോലെയല്ല കാരണം ഞങ്ങൾ ആരെ കൊന്നിട്ടില്ലല്ലേ നിങ്ങൾ ജിന്ന് കൊന്നില്ല അത് ജിന്ന് പാമ്പട കൊലത്ത് എന്തി വന്നിടോ പാമ്പട കൊലത്തിൽ എന്തിക്ക് വന്നിടോ ജിന്ന് പാമ്പട രൂപത്തിൽ വന്നത് കൊണ്ടെല്ലാം കൊന്നു പാമ്പട കൊല്ലൽ സുന്നത്തുണ്ടല്ലോ ഇസ്ലാമിൻ്റെ നിയമമല്ലേ പാമ്പട കൊല്ലത്തിൽ പാമ്പ് ബന്ദികൾ കൊല്ലൽ സുന്നത്തുണ്ട് അള്ളാഹ് റസൂൽ സുന്നത്ത് അതുകൊണ്ട് അത് ഞങ്ങൾ പാമ്പ് ചെന്ന് കൊന്നു അള്ളാഹ് റസൂൽ സുന്നത്തരെ അതായിട്ട് അതുകൊണ്ട് ഞങ്ങൾ ഗൊന്തില്ല ಅಂತല്ലേ ഞങ്ങൾക്ക് ഗൊന്തില്ല ಅಂತ ഞങ്ങൾ പാമ്പട കൊന്നു ജിന്നുകളെ കൊന്നു ഞങ്ങൾ എന്ത് അതൊരു ശിക്ഷ ഞങ്ങൾ ശിക്ഷ തണ്ട നിങ്ങൾ ന്യായ അല്ലല്ലേ എന്ന് ആർച്ചെന്നു ഈ ചെന്ന് ആറ് ഹസരത് ഷാഹ് വലിയുള്ള ദഹ്ലവി വലിയുള്ള ചെന്ന് അപ്പോൾ അവിടെ നിന്നു ജഡ്ജിക്ക് ഒരൊറ്റ ഉത്തര ಇಲ್ಲ ಅಂತ അപ്പോൾ ജഡ്ജി ചെന്ന് നിങ്ങൾ ചെന്നമേ കറക്റ്റ് കാരണം നിങ്ങൾ ജിന്നിനെ കൊന്നൊരല്ലേ നിങ്ങൾ പാമ്പട കൊല്ലത്തിൽ നിന്ന് പാമ്പട കൊല്ല ഇസ്ലാമിന് ശരീഅത്ത് പ്രകാരം സുന്നത്ത് അതുകൊണ്ട് പാമ്പട കൊന്നൊരാറ് അതുകൊണ്ട് നിങ്ങൾ തപ്പില്ല നിങ്ങളെ ദോഷമുക്തി പെട്ടിട്ട് എന്ന് ചെന്നിട്ട് അവിടെ നിന്ന് മനുഷ്യന്മാർ ചെന്ന് അവിടെ നിന്ന് ജിന്നുകളെ വിളിച്ചിട്ട് ജഡ്ജി ചെന്ന് എലോട്ട് കൂട്ടിയാൽ വന്നിടാറ് അവിടെ കൊമ്പിട്ട് നല്ല സേഫ്റ്റി ആയിട്ട് ചെന്ന് സുരക്ഷിതമായിട്ട് കൊമ്പിട്ട് അവിടെ വിട്ടുപോറു എന്ന് ഓർഡർ ആയിട്ട് അങ്ങനെ മഹാനായ ഹസരത് ഷാഹ് വലിയുള്ള ദഹ്ലവി എവിടേക്ക് കൊന്നിട്ട് ഞങ്ങൾ പൊട്ടാറ് സുബ്ഹാനല്ലാഹ് മഹാനദിത്ത് കൊല കേസിൽ ബച്ചവൈത്ത് കാരണം മഹാന സുൽത്താൻ ആരിഫിൻ അഹമ്മദ് കബീർ അൽ മദദ് സഹായിക്കേണ്ടത് കൊണ്ട് അവിടെ സഹായമാക്കിയിട്ട് ആ മഹാൻ്റെ ഹക്ക് ജാഹർ നങ്ങോ നീ പിടിച്ചവനെ അവിടുത്തെ സഹായം നീ ടൈമിലാക്കിക്കൊണ്ട് നല്ലെല്ലാവരും കൽബിൽ നീ നല്ലത് മാത്രം കോലപ്പെടുത്തും നല്ലത് മാത്രം എല്ലാവരും വിചാരിക്കും നല്ലത് മാത്രം ആക്കും അള്ളാഹ് സന്തോഷം എല്ലാം ആക്കും അള്ളാഹ് അനിഷ്ടമാകാത്ത പോലെ വിശേഷ പ്രത്യേക